ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്ന് സ്വിംഗ് ട്രേഡിന് വേണ്ടിയ ഒരു പൊസിഷൻ്റെ എൻട്രി, എക്സിറ്റ് ആൻഡ് റീസൺ ആൻഡ് എസ്പെഷ്യലി സ്റ്റോപ്പ് ലോസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് ഒരുപാട് ഡൗട്ടുണ്ട്, ഈ 10,000 50,000 എമൗണ്ട് വെച്ചൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. നമുക്ക് 10K വെച്ചും ട്രേഡ് ചെയ്യാം, 50K വെച്ചും ട്രേഡ് ചെയ്യാം. നമുക്ക് നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി എടുത്തും ട്രേഡ് ചെയ്യാൻ കഴിയും, സേഫ് ആയിട്ടും ട്രേഡ് ചെയ്യാൻ കഴിയും. അതിനെന്താണ് വേണ്ടത്? ഇത്തിരി റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് മാത്രം മതി. ഏതൊരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ലോങ് ടേം വ്യൂ നോക്കിയാൽ നമുക്കറിയാം മോസ്റ്റ്ലി എത്ര % ഇടിഞ്ഞ് കിടക്കുന്നു ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 58.90%. അത്രയും % ഈ സ്റ്റോക്ക് ഇടിഞ്ഞ് താന്ന് കിടക്കുകയാണ്. 1875, നമുക്ക് 1847 വരെയൊക്കെ ഹൈ പോയ സ്റ്റോക്ക് ഇടിഞ്ഞ് താന്നു ഇതുവരെ എത്തി. മോസ്റ്റ്ലി 928 to 800 റേഞ്ചിൽ ഈ സ്റ്റോക്ക് വന്ന് ട്രേഡ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ നിന്ന്, ഞാൻ ഡേ ചാർട്ടാണ് ഇട്ടേക്കുന്നത്, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഈ സ്റ്റോക്ക് അപ്പ് പോയ ശേഷം എന്ത് സംഭവിച്ചു? ഒരു സ്വിംഗ് ഹൈ തന്ന ശേഷം ഈ ഒരു യെല്ലോ സോൺ, ഈ റേഞ്ചിൽ വന്ന് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാണ്, സപ്പോർട്ട് എടുത്ത് ട്രേഡ് ചെയ്യാണ്. ഇവിടെ എത്ര തവണ സപ്പോർട്ട് എടുത്തു? 1, 2, 3 and 4. 4ാമത്തെ വട്ടം സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ ശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സ്റ്റോക്കിന് ഒരു ബുള്ളിഷ് പ്രസൻസ്, അതായത് ബയേഴ്സ് ഈ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റഡ് ആണ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ആണ്. ഈ സ്റ്റോക്കിന് അപ്പ് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സൈനായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. 1, 2, 3, 4 ടൈംസാണ് ഈ സ്റ്റോക്ക് സെയിം സപ്പോർട്ടിൽ നിന്ന് ഹോൾഡ് ചെയ്ത് അപ്പ് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് എൻട്രി എടുക്കാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കി ഈ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടോ? ഈ ഒരു സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്. നോക്കി ഈ വോളിയം കണ്ടാൽ നിങ്ങൾക്കറിയാം, വളരെ മൈന്യൂട്ട് ലെവലിലാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രഷർ കാണുന്നത്. ആൻഡ് ഈ ഒരു സപ്പോർട്ടിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു, 2 ബുള്ളിഷ് ക്യാൻഡിൽ തന്ന ശേഷം 3 ഡേയ്സ് ആയിട്ട് ഈ സ്റ്റോക്ക് ഒരേ റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രേക്കൗട്ടിലാണ്, ഈ ഒരു 4ാമത്തെ ഈ ഒരു റേഞ്ച് ബ്രേക്കൗട്ടിലാണ് ഞാൻ ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് നമുക്ക് ഏതുവരെയാണ് എൻ്റെ ഏതുവരെയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വച്ചിരിക്കുന്നത്? ഈ 930, ഈ സപ്പോർട്ട് റേഞ്ച് താഴെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വിൽക്കത്തുള്ളൂ. ടൈറ്റ് സ്റ്റോപ്പ് ലോസ് അല്ല, ഒരു കംഫർട്ടബിളായ സ്റ്റോപ്പ് ലോസ് ആണ്. കാര്യം ട്രേഡ് ചെയ്യാൻ ഉള്ള റേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിന് താഴെ പോയാൽ മാത്രമേ ഞാൻ ഈ സ്റ്റോക്ക് വിൽക്കത്തുള്ളൂ. അതായത് നമുക്ക് കുറച്ച് ഡീപ്പ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് തന്നെ പേടിക്കാതെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്കത് കുറച്ചും കൂടി ഇങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് എടുത്ത് ചെറിയ എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഞാൻ 981 ആണ് എൻ്റെ ബൈയിങ് പ്രൈസ്. ആൻഡ് ഇന്നത്തെ ക്ലോസിംഗ് വന്നിട്ട് 997 ആണ്. ഇന്നത്തെ ഹൈ പോയത് 1007 എന്തോ ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് വെച്ചേക്കുന്നത് 1031 and 1093 എന്നാണ്. സിമ്പിൾ ലോജിക്കാണ്. ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റോക്ക് വാങ്ങുന്നത്. ആൻഡ് കംഫർട്ടബിളി എനിക്ക് 111093 1191 എന്നുള്ള ടാർഗറ്റിലേക്ക് ഈ സ്റ്റോക്ക് പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നുള്ളൊരു ഭയമില്ലാതെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. കാര്യം വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, ലോസ് മിനിമലാണ് ആൻഡ് പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. നമുക്ക് ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്ത് ഈ 1, 2, 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് പോയാൽ നമുക്കത് ആലോചിക്കാം. ആ ദിവസത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റികൾ വാങ്ങി ട്രേഡ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്നുള്ളൊരു ഭയം മാറും. കുറച്ച് നമുക്ക് പേടിക്കാതെ തന്നെ ഓരോ സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യാൻ സാധിക്കും. കംഫർട്ടബിളായിട്ട് ചെറിയ ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നവർക്ക് വലിയ ബുൾ റൺസ് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോ ചെറുതായി തന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ചെറിയ ലോജിക്കും ബേസിക് ആയിട്ടുള്ള ലോജിക്കിൽ എടുത്തൊരു ട്രേഡാണ്. അപ്പോൾ ഇതുപോലത്തുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. കാണാൻ ആഗ്രഹമുള്ളവർ ഈ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ നോളജ് ആദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ട്രേഡ് നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം ഇതുപോലത്തെ ചെറിയ ട്രേഡ് ലോജിക്കുകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്ത് ട്രേഡ് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.